നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ എത്തിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലായിരുന്നു ടെസ്ല കാറിന്റെ മുതലാളിയായ ഇലോൺ മസ്ക്. അതിൽ മസ്ക് വിജയിച്ചു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിലെ സുപ്രധാന കസേരയിലും മസ്ക് ഇരുന്നു. പക്ഷേ ഇതൊന്നും മസ്കിന് ബിസിനസ്സിൽ ഗുണം ചെയ്തില്ല. ടെസ്ല കാറിന് വലിയ ഇടിവാണ് കച്ചവടത്തിലുണ്ടായത്. യൂറോപ്യൻ മാർക്കറ്റിൽ ചൈനീസ് വിപ്ലവമാണ് കാർ വിപണിയിൽ സംഭവിച്ചത്. ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ യൂറോപ്പിൽ ചൈനീസ് കമ്പനിയായ BYD മുമ്പിലെത്തിയിരിക്കുന്നു. 7231 ഇലക്ട്രിക് കാറുകളാണ് ചൈനീസ് കമ്പനിയുടേതായി യൂറോപ്പിലെ നിരത്തിൽ ഇറങ്ങിയത്. ടെസ്ലയ്ക്ക് വിറ്റുപോയത് 7165. ഇന്ത്യൻ വിപണിയിലടക്കം ചലനമുണ്ടാക്കാൻ ചൈന സജീവമാണ്. 3 കൊല്ലം മുമ്പ് യൂറോപ്പിലെത്തിയ ചൈനീസ് കമ്പനിയാണ് ടെസ്ലയെ വിൽപ്പനയിൽ പിന്നിലാക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ ഈ അടുത്ത ദിവസം വരെ 169% വിൽപ്പന നേട്ടമാണ് BYDക്ക്. ടെസ്ലയ്ക്ക് 49% ഇടിവും. ടെസ്ലയെ വെല്ലാൻ പോകുന്ന ഒരേയൊരു രാജ്യാന്തര EV വാഹന ബ്രാൻഡായി BYD മാറിക്കഴിഞ്ഞു. E6, Atto 3 എന്നീ മോഡലുകൾക്ക് ശേഷം ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD ഇന്ത്യയിലെത്തിച്ച 3ാമത്തെ ഇലക്ട്രിക് മോഡലാണ് സീൽ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇലക്ട്രിക് സെഡാൻ ശ്രേണിയിലെത്തിയ ഈ വാഹനം ഇന്ത്യക്കാർക്ക് അടക്കം ജനപ്രിയമായി. ഇപ്പോൾ പരിഷ്കരിച്ച സസ്പെൻഷൻ കൂടി ഫീച്ചറുകളുമായി 2025 സീൽ പുറത്തിറക്കിയിരിക്കുകയാണ് BYD. 41 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. സീലിന്റെ അടിസ്ഥാന വിലയിൽ മാറ്റമില്ലെങ്കിലും പ്രീമിയം RWD, പെർഫോമൻസ് AWD എന്നിവയ്ക്ക് 15,000 രൂപ കൂടിയിട്ടുണ്ട്. BYD Atto 3 ഇലക്ട്രിക് SUVയും പുതിയ ഇന്റീരിയർ അപ്ഹോൾസ്റ്ററി നിറവും പുത്തൻ ഫീച്ചറുകളും നൽകി പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം യൂറോപ്പിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. സീലിന്റെ മിഡ് സ്പെക് പ്രീമിയം വേരിയന്റിന് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പറുകൾ ലഭിക്കുന്നുണ്ട്. ഇത് ഡ്രൈവിംഗ് കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കും. മുമ്പ് ടോപ്പ് പെർഫോമൻസ് ട്രിമിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഒരു ഫീച്ചറായിരുന്നു ഇത്. പെർഫോമൻസ് വേരിയന്റിൽ D-C സിസ്റ്റവും ചേർത്തിട്ടുണ്ട്. ഇത് മോശം റോഡുകളിൽ സസ്പെൻഷൻ മൃദുവാക്കാനും വളവുകൾ തിരിയുമ്പോഴും ആക്സിലറേഷൻ ചെയ്യുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതിനെ ദൃഢമാക്കാനും സഹായിക്കും. ടെസ്ല ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കാറുകളുമായി എത്തുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാൻ പദ്ധതിയിട്ട് ചൈനീസ് വൈദ്യുത വാഹന നിർമ്മാതാക്കളായ BYD സജീവമാകുന്നുണ്ട്. തെലങ്കാനയിൽ ഹൈദരാബാദിനടുത്ത് 500 ഏക്കറിലായി ഫാക്ടറി ഒരുക്കാനുള്ള സാധ്യതകളാണ് BYD പരിശോധിക്കുന്നത്. 5 മുതൽ 6 വർഷം കൊണ്ട് വർഷം 6 ലക്ഷം കാറുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയാണ് ലക്ഷ്യമിടുന്നത്. ഹൈദരാബാദിനടുത്ത് 3 സ്ഥലം നൽകാൻ സർക്കാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ BYD അധികൃതർ പരിശോധിച്ചു വരികയാണ്. പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും എവിടെ ഫാക്ടറി വേണമെന്നതിൽ തീരുമാനമെടുക്കുക. പദ്ധതിയുമായി കമ്പനി മുന്നോട്ട് പോയാൽ വൈദ്യുത വാഹന രംഗത്ത് രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാകും BYDയിലൂടെ തെലങ്കാനയിലെത്തുക. ചൈനീസ് വിപണിയിൽ കനത്ത തിരിച്ചടി നേരിടുന്ന ടെസ്ല പുതിയ വിപണി എന്ന നിലയിലാണ് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ലക്ഷ്യമിടുന്നത്. ചൈനയിൽ ഗുണമേന്മയും വിലക്കുറവും ഉയർന്ന സാങ്കേതിക മേന്മയും ഉള്ള വാഹനങ്ങൾ പുറത്തിറക്കിയാണ് ടെസ്ലയെ BYD വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ BYD ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചാൽ ടെസ്ലയുടെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് അതും തിരിച്ചടിയാകും. ഏതാനും വർഷമായി BYDക്ക് ഇന്ത്യയിൽ സാന്നിധ്യമുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉയർന്ന ഇറക്കുമതി തീരുവ ആയതിനാൽ വില കൂടുതലാണ്. അതുകൊണ്ട് റോഡുകളിൽ ഇനിയും വലിയ സാന്നിധ്യമായിട്ടില്ല. ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങിയാൽ കാർ വില ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാൻ കമ്പനി വഴികളും തേടുന്നുണ്ട്.